Hello all, welcome back to our channel Magnum Academy. ഇംഗ്ലീഷിലെ 11th ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള സെക്ഷനാണ്. ഇത് രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തേത് റീസ്റ്റോറിംഗ് ചൈൽഡ്ഹുഡ്. Girls in particular have no time for childhood. Much of the work that girls and younger children do is carried out in a family, group or domestic settings. This is rarely perceived as labor. For example, the concept of child servitude implicitly excludes the domestic labor of girls, although this may be full-time work determinantal to development, necessary for survival and equally inescapable. അപ്പൊ ഇതിൽ ആദ്യം പറയുന്നത് എന്താണ്? ഗേൾസ് ഇൻ പെർട്ടിക്കുലർ ഹാവ് നോ ടൈം ഫോർ ചൈൽഡ്ഹുഡ്. ശരിക്കും പെൺകുട്ടികൾക്ക് അവരുടെ ശൈശവകാലം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് കിട്ടുന്നേ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. സത്യമാണത്. അതായത് ചെറുപ്പം മുതലേ തന്നെ എല്ലാ വീട്ടുകാരും പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ജോലികൾ കൊടുത്തു തുടങ്ങും. അതായത് അവർ പ്രായം കൂടുന്നതിന് അവരെ ജോലിയുടെ എണ്ണം അല്ലെങ്കിൽ ജോലിയുടെ സമയം എല്ലാം കൂട്ടുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെറിയ ജോലി കൊടുക്കും, പിന്നെ അതിങ്ങനെ കൂടിക്കൂടി വരുവാണ് ചെയ്യുന്നത്. ശരിക്കും പെൺകുട്ടികളെ അവരെ ചൈൽഡ്ഹുഡ് അവരെ ചെറുപ്പകാലം ആസ്വദിക്കുന്നില്ല. Much of the work that girls and younger children do is carried out in a family, group or domestic settings. അപ്പൊ പെൺകുട്ടികൾ ചെയ്യുന്ന എല്ലാ ജോലിയും തന്നെ ഒരു ഡൊമസ്റ്റിക് സെറ്റിംഗ്സിൽ, അതായത് വീട്ടു ജോലികളും അങ്ങനത്തെ അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ജോലികൾ മാത്രമാണ് പെൺകുട്ടികളെ കൊണ്ട് ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കുന്നത്. ദിസ് ഈസ് റെയർലി പെർസീവ്ഡ് ആസ് ലേബർ. അപ്പൊ വീട്ടുജോലികളൊന്നും ഒരു ലേബറായിട്ട് അല്ലെങ്കിൽ ഒരു തൊഴിലായിട്ട് ആരും കണക്കാക്കുന്നില്ല. പകരം എന്താണ്, അതൊക്കെ ഒരു കടമ എന്നുള്ള രീതിയിൽ കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ വീട്ടുജോലികളൊന്നും തന്നെ ഒരു തൊഴിലായിട്ട് ആരും കണക്കാക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ദ കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെർവിറ്റ്യൂഡ് ഇംപ്ലിസിറ്റ്ലി എക്സ്ക്ലൂഡ്സ് ഡൊമസ്റ്റിക് ലേബർ ഓഫ് ഗേൾസ്. അപ്പം ഇവിടെ ഈ ചൈൽഡ് സെർവിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചൈൽഡ് ലേബറിന്, അതായത് ബാലവേലേനെയാണ് പറയുന്നത്. അപ്പോൾ ചൈൽഡ് സെർവിറ്റ്യൂഡ്, ബാലവേലയുടെ വേറൊരു വാക്കാണ് ചൈൽഡ് സെർവിറ്റ്യൂഡ്. അപ്പൊ ഈ ബാലവേലയില് ഈ പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യിപ്പിക്കുന്ന കാര്യമൊന്നും ഈ ബാലവേലയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോ പകരം എന്താണ്, ഈ ഫാക്ടറിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പെൺകുട്ടികളെ കൊണ്ട് വീട്ടിൽ നിന്ന് ചെയ്യിപ്പിക്കുന്ന ജോലിയൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോ ഇംപ്ലിസിറ്റ്ലി എക്സ്ക്ലൂഡ്സ് ഡൊമസ്റ്റിക് ലേബർ ഓഫ് ഗേൾസ്. അപ്പൊ എക്സ്ക്ലൂഡ്സ് എന്നുള്ള വാക്കെന്താണ്, ഒഴിവാക്കുക, അതല്ല ഒരിത്. അപ്പോൾ ഓൾസോ ദിസ് മേ ബി ഫുൾ ടൈം വർക്ക് ഡിറ്റർമിനന്റൽ ടു ഡെവലപ്മെന്റ്, നെസസറി ഫോർ സർവൈവൽ ആൻഡ് ഈക്വലി ഇൻഎസ്കേപ്പബിൾ. അപ്പൊ ഈ പെൺകുട്ടികൾ ചെയ്യുന്ന ജോലിയൊക്കെ ഇറ്റ് മേ ബി ഫുൾ ടൈം. അപ്പൊ 24 മണിക്കൂർ അവർ കഷ്ടപ്പെടുന്നുണ്ടാവാം. ചെറിയ പെൺകുട്ടികളെ കൊണ്ട് 24 മണിക്കൂറും അല്ലെങ്കിൽ ഫുൾ ടൈം കഷ്ടപ്പെടുത്തുന്നുണ്ടാകാം. പിന്നെന്താണ്, വർക്ക് ഈസ് ബിക്കോസ് ആൻഡ് ഡിറ്റർമിനന്റൽ ടു ഡെവലപ്മെന്റ്. അപ്പൊ അവരെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അത് അത്രയും അത്യാവശ്യമുള്ളതാണെന്നും അതുപോലെ തന്നെ അവരെ ഭാവി ജീവിതത്തില് അല്ലെങ്കിൽ അവരെ നിലനിൽപ്പിന് ഇത് ഈ വീട്ടുജോലിയൊക്കെ പഠിക്കുന്നതൊക്കെ വലിയൊരു അത്യാവശ്യമുള്ള കാര്യമാണെന്നും അതിൽ നിന്ന് ആൻഡ് ഈക്വലി ഇൻഎസ്കേപ്പബിൾ, അതായത് അതിൽ നിന്ന് ഒരിക്കലും അവർക്ക് ഒഴിയാനും പറ്റുന്നില്ല. ഇപ്പം വീട്ടിൽ നിന്നൊക്കെ പല വീട്ടിലും കേൾക്കാവുന്നതാണ്, അമ്മമാര് പെൺകുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കും. നാളെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജോലിയെടുത്ത്, അതായത് വീട്ടു ജോലി എടുത്ത് ജീവിക്കേണ്ടി വരുന്നൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പൊ ആ പേരൻസ് ഒന്നും തന്നെ ആ കുട്ടിയുടെ എഡ്യൂക്കേഷനും അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇത് ഇപ്പോഴത്തെ കഥയല്ല, പണ്ട് കാലത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോ ഒരു പെൺകുട്ടിയുടെ ഭാവി നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡൊമസ്റ്റിക് ജോബ്സ്, അതായത് വീട്ടുജോലിയൊക്കെ പഠിക്കുന്നത് അത്യാവശ്യമാണെന്നാണ് ഇവർ പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ്. പെർഹാപ്സ് ദിസ് ബ്ലൈൻഡ്നെസ് ടു ഗേൾസ് വർക്ക് ഇസ് ബിക്കോസ് നോൺ റെമ്യൂണറേറ്റീവ് ആൻഡ് നർച്ചറിംഗ് ടാസ്ക് ഡു നോട്ട് ഹാവ് എ വിസിബിൾ മാർക്കറ്റ് വാല്യൂ. അപ്പൊ ഇവിടെ പറയുന്നത് ഈ പെൺകുട്ടികളെ ജോലിയോടുള്ള ഈ ഒരു അന്ധത, അതായത് പെൺകുട്ടികൾ ജോലി ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ല, അല്ലെങ്കിൽ ഈ ഡൊമസ്റ്റിക് വർക്ക്സ് ഒക്കെ കഷ്ടപ്പെട്ടിട്ടാണ് പെൺകുട്ടികൾ വീട്ടിൽ ജോലി ചെയ്യുന്നതൊന്നും ആരും ഈ ചൈൽഡ് ലേബർ, അതായത് ബാലവേലയിൽ ഉൾപ്പെടുത്താത്തതിന്റെ ഒക്കെ കാരണം ഈ ഇതിനൊന്നും പ്രതിഫലം കിട്ടുന്നുമില്ല. അതുപോലെ തന്നെ ഈ പരിപാലനം, നർച്ചറിങ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക, അതൊക്കെ ശരിക്കും ഒരു പുറം ലോകത്ത് അതിനൊന്നും ഒരു വലിയ വിലയില്ലാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ ഒന്നിനും പ്രതിഫലമില്ലാത്തൊരിതാണ്. So, while the exploitation of a boy working on gemstones in a small manufacturing unit in Jaipur is easily recognized, the equally hazardous work of a girl cutting grass on a
precipitous mountain slopes in Ghawal is ignored. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. ചൈൽഡ് ലേബർ എല്ലാവർക്കും അല്ലെ ബാലവേല എന്നുള്ള ആ ഒരു ഇത് എല്ലാവർക്കും ബാലവേല നിരോധിച്ചിട്ടുള്ളതാണല്ലോ എല്ലാ കുട്ടികൾക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. ജയ്പൂരിലുള്ള ഒരു ആൺകുട്ടി ഏതൊരു മാനുഫാക്ചറിങ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ചെറിയൊരു ആൺകുട്ടിയുടെ കാര്യം എല്ലാവരും അറിഞ്ഞിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും അതിനെതിരെ വലിയ രീതിയിൽ പോരാടുകയൊക്കെ ചെയ്തു. പക്ഷെ അത്രയും കഷ്ടപ്പാടില്ല, അല്ലെങ്കിൽ ആ ആൺകുട്ടി കഷ്ടപ്പാടില്ല, ആ ആൺകുട്ടി ചെയ്ത ആ കഷ്ടപ്പാട് അല്ലെങ്കിൽ ആ ആൺകുട്ടി അനുഭവിച്ച ആ കഷ്ടപ്പാടിന് അത്രത്തോളം തന്നെ വരുന്നുണ്ട്. ഒരു പെൺകുട്ടി ഒരു വലിയൊരു മൗണ്ടെയിൻ അല്ലെങ്കിൽ ഒരു മലേന്റെ മുകളിൽ നിന്ന് പുല്ല് പറിക്കുന്ന ഒരവസ്ഥ. അപ്പം ആൺകുട്ടി ആടുന്ന ആ ഒരു കമ്പനിയിൽ നിന്ന് കഷ്ടപ്പെട്ട അത്രത്തോളം തന്നെ ഈ പെൺകുട്ടി ഈ മലയമേൽ നിന്ന് പുല്ല് പറിക്കുന്നതും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആരും തന്നെ ഈ പെൺകുട്ടിയുടെ കഷ്ടപ്പാട് കാണുന്നില്ല. പകരം ആ ആൺകുട്ടി മാനുഫാക്ചറിങ് ഇവിടെ നിന്ന് വലിയ ജയ്പൂരിൽ നിന്ന് കഷ്ടപ്പാട് അനുഭവിക്കുന്നു എന്ന് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. സച്ച് എ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് ലേബർ ഈസ് ക്ലിയർലി ഇൻഅഡിക്വേറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ റിയൽ നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ചിൽഡ്രൻസ് വർക്ക്. അപ്പൊ എന്താണ് പറയുന്നത്? ഈ ഒരു അവസ്ഥ, അതായത് ആൺകുട്ടികള് ഇങ്ങനെ ചെറിയ കാര്യത്തിൽ ഇതാക്കുന്നു, പക്ഷെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഡൊമസ്റ്റിക് വർക്ക്സ് ഒന്നും ആരും കണക്കാക്കുന്നില്ല. പെൺകുട്ടികൾ ഇപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ അവരെ കടമയാണ്, അല്ലെങ്കിൽ അതൊക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അങ്ങനെയുള്ള രീതി കാണുന്നു. പകരം ആൺകുട്ടികളൊക്കെ അതൊരു പ്രത്യേകത കൊടുക്കുകയാണ്. ഇനി അടുത്ത പാരഗ്രാഫ്. The overwhelming majority of child workers in India are cultivators and agricultural laborers. Poor children also undertake a variety of domestic chores and subsistence activities like minding siblings, grazing cattle, collecting fuel wood and fodder as part of their daily lives, whether or not they are at school. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇപ്പം പാവപ്പെട്ട കുട്ടികളുടെ അവസ്ഥയാണെങ്കിൽ അവർ എന്തൊക്കെയോ ഡൊമസ്റ്റിക് ജോബ്സ്, അതായത് എന്തൊക്കെയോ വീട്ടുജോലികൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് സിബ്ലിങ്സ് എന്ന് വെച്ചാൽ കൂടപ്പിറപ്പുകൾ. അപ്പം അനിയന്മാരെ അനിയത്തിമാരൊക്കെ നോക്കി വളർത്താനും, പിന്നെ അതുപോലെ ഈ കന്നുകാലികളെ ഇങ്ങനെ മേയ്ക്കാനും, അതുപോലെ കളക്ടിങ് ഫ്യൂവൽ വുഡ് ആൻഡ് ഫോഡർ ആസ് എ പാർട്ട് ഓഫ് ദ ഡെയിലി ലൈഫ്സ്, അതായത് വിറക് പെറുക്കി കൊണ്ടുവരാനും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. വീട്ടിലുള്ള കുട്ടികളെ നോക്കാനും, അതുപോലെ ഇങ്ങനെ കന്നുകാലികളെയൊക്കെ ഇങ്ങനെ മേയാൻ വിടാനും, അതുപോലെ ഇങ്ങനെ വിറക് പെറുക്കി കൊണ്ടുവരാനും ഒക്കെ ഇവര് അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലയോ അതൊന്നും ഒരു വിഷയമല്ല. എന്തായാലും ഈ ജോലികൾ ചെയ്തിട്ട് മാത്രമേ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. ഇനി അടുത്തത്, however, the documentation of child labor in India has a strong focus on the dehumanizing condition of children laboring in hazardous industries such as the match and fireworks factories of Shivagashi, Tamil Nadu, or the glass works of Firozabad, UP. ഇവിടെ രണ്ട് എക്സാമ്പിൾസ് പറയുന്നുണ്ട് ഈ ചൈൽഡ് വർക്കിംഗിന്റെ അല്ലെങ്കിൽ ചൈൽഡ് ലേബറിന്റെ. ഒന്ന് ശിവകാശിയില് ഫയർ വർക്ക് ഫാക്ടറി, ഈ പടക്ക കമ്പനി, അതിന്റെ ശിവകാശിയിലൊന്നും, പിന്നെ അതുപോലെ ഫിറോസാബാദ്, ഉത്തർപ്രദേശിലെ ഫിറോസാബാദില് ഈ ഗ്ലാസ് വർക്ക് എന്നിട്ടുള്ള ഒരു ഫാക്ടറി ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഈ കുട്ടികളെ ഇങ്ങനെ ഇതാക്കിയിട്ടില്ല, ചൈൽഡ് ലേബർ ചെയ്യിപ്പിച്ചിട്ടുള്ള ഇതാണ് ഇവിടെ രണ്ട് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ശിവകാശിയിലെയും ഫിറോസാബാദിലെയും സിറ്റുവേഷൻസ്. അപ്പൊ ഇവിടെ പറയുന്നത് ഇന്ത്യയിലുള്ള ഈ ഒരു ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രമാണം ഇങ്ങനെ ചൈൽഡ് ലേബറിനെ കുറിച്ചുള്ള ആ ഒരു സ്റ്റഡിയിൽ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ കുട്ടികളെ ഇങ്ങനെ ഹസാർഡസ് ആയിട്ടുള്ള ഭയങ്കര അനിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഇൻഡസ്ട്രീസിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതിന്റെ രണ്ട് എക്സാമ്പിളാണ് നേരത്തെ പറഞ്ഞ ശിവകാശിയും അതുപോലെ ഫിറോസാബാദിലെ രണ്ട് കാര്യങ്ങള്. സോ the self-employed and street children of Delhi, Bombay, Bangalore and other big cities have also been the object of many studies. അപ്പോൾ ഇത് മാത്രമല്ല, ഡൽഹിയിലും ബോംബെയിലും ബാംഗ്ലൂരിലും ഒക്കെ കുറെ കുട്ടികൾ ഇങ്ങനെ ചൈൽഡ് ലേബർ അല്ലെങ്കിൽ കുറെ കുട്ടികൾ ഇങ്ങനെ വലിയ വലിയ ജോലികൾ ചെയ്ത് അത് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇന്ത്യയുടെ ഈ ഒരു ഡോക്യുമെന്റേഷൻ അവർ ആ ഒരു കണ്ണിലുണ്ട്. അതായത് ഈ ഉത്തർപ്രദേശിലെയും തമിഴ്നാടിന്റെയും കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇങ്ങനത്തെ ഈ ബാംഗ്ലൂരിലെയും ഡൽഹിയിലെയും ബോംബെയിലെയും ഒക്കെ കുട്ടികളെ ഇങ്ങനെ ചില കുട്ടികളെ കൊണ്ടൊക്കെ കഷ്ടപ്പെടുത്തിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരെ കണ്ണിലുണ്ട്. Then, yet
These children represent only the most striking and visible aspects of the denial of the child's right to a healthy childhood. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾക്കൊക്കെ അവരെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ആ സന്തോഷം നിറഞ്ഞ ആ ഒരു കുട്ടിക്കാലം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. The invisibility of the rural child workers reflect an urban bias in Indian administration, research and the media, and the pervasiveness of the seductive idea that rural life is somewhat idyllic. The bias is not peculiar to middle class. അപ്പൊ ഈ കുട്ടികളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ ഇതൊക്കെ അർബൻ ഏരിയയിലുള്ള കുട്ടികളെ മാത്രമേ എല്ലാവരും പുറലോകം അറിയുന്നില്ലോ. പല റൂറൽ ഏരിയസ്, അതായത് ഗ്രാമങ്ങളിലൊക്കെയുള്ള പല കുട്ടികൾക്കും ഗ്രാമങ്ങളിലുള്ള പല കുട്ടികളുടെ ഓരോരോ അവസ്ഥകൾ നമ്മൾ എല്ലാവരും തന്നെ പുറലോകം അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. ദിസ് ബയാസ് ഈസ് നോട്ട് പെക്യുലർ ടു മിഡിൽ ക്ലാസ്. അപ്പൊ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്കൊന്നും ഇതൊരു വലിയ വിഷയമല്ല. കാരണം അവരെ കൊണ്ടൊന്നും ഇങ്ങനെ മിഡിൽ ക്ലാസ്സില് അത് അത്ര താണതല്ലാത്ത കുട്ടികളൊക്കെ അത്യാവശ്യം സ്കൂളിലൊക്കെ പോയി അവരവരെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടില്ല, അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടെല്ലാം അവർ സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും മീഡിയയുടെ സഹായത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ പുറംലോകം, ഇങ്ങനെ ഓരോ കുട്ടികളെ ഓരോ കാര്യങ്ങളൊക്കെ പുറംലോകം അറിയുന്നത്. അപ്പം ഈ മീഡിയ ശരിക്കും പറയുകയാണെങ്കിൽ ഈ റൂറൽ ഏരിയയിൽ, അതായത് ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആ കുട്ടികളെ ഇങ്ങനെ അവഗണിക്കുവാണ്, അല്ലെങ്കിൽ അവരത് അറിയാതെ പോവുകയാണ് ചെയ്യുന്നതെന്നാണ് ഈ പാരഗ്രാഫിലൂടെ പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ, മാർക്കറ്റിംഗ് ഓഫ് കോക്കനട്ട് പ്രൊഡക്ട്സ്. Copra is primarily used for extracting oil. The country produces about 4.5 lakh tons of coconut oil, equivalent to 6.9 lakhs ton of milling copra. So copra is primarily used for extracting oil. അപ്പം കോപ്ര നമ്മളെ നാട്ടിൽ പറയുകയാണെങ്കിൽ കൊപ്ര. അപ്പൊ ഇത് ഉണങ്ങിയ തേങ്ങ ഇല്ലേ അത്. അപ്പൊ ഈ കൊപ്ര യൂസ് ചെയ്യുന്നത് എന്തിനാണ്? അതിലെ എണ്ണ ഊറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ എണ്ണ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊപ്ര യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4.5 കൺട്രി പ്രൊഡ്യൂസേഴ്സ് അബൌട്ട് 4.5 ലാക്ക് ടൺ ഓഫ് കോക്കനട്ട് ഓയിൽ. അപ്പോൾ 6.9 ലക്ഷം ടൺ ഓഫ് കോപ്രയിൽ നിന്ന് 4.5 ലക്ഷം ടൺ ഓഫ് കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. തമിഴ്നാടു ആൻഡ് കേരള അക്കൗണ്ട് ഫോർ 90% ഓഫ് ഓയിൽ പ്രൊഡക്ഷൻ. അപ്പം ഏകദേശം ഈ എണ്ണയുടെ പ്രൊഡക്ഷന് ഏകദേശം 90% തമിഴ്നാടും കേരളവുമാണ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് തമിഴ്നാടും കേരളത്തിൽ നിന്നുമാണ് ഏകദേശം ഈ എണ്ണയുടെ ഉൽപാദനത്തിന്റെ 90% ഇതുള്ളത്. അപ്പോൾ the use of coconut oil as a cooking medium is confined to Kerala. അപ്പം കോക്കനട്ട് ഓയില്, അപ്പൊ കേരളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോക്കനട്ട് ഓയിലാണ്, അല്ലെങ്കിൽ ഈ തേങ്ങയുടെ വെളിച്ചെണ്ണയാണ് നമ്മൾ കുക്കിങ്ങിന് വേണ്ടി, അതായത് പാചകം ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കേരളയിൽ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. Palm oil and palm kernel oil are two primary substitute of coconut oil. അപ്പോൾ കോക്കനട്ട് ഓയിലിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ഓയിലാണ് പാം ഓയിലും അതുപോലെ പാം കെർണൽ ഓയിൽ. അപ്പോൾ the former ഏതാണ്? പാം ഓയിൽ competes with coconut oil in the edible oil segments and latter in the non-edible oil segments of consumption base. അപ്പം പാം ഓയിലാണ് ഈ വെളിച്ചെണ്ണക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഭക്ഷണ കാര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മറ്റു ചില കാര്യങ്ങളിലൊക്കെ പാം കേർണൽ ഓയിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ പാം ഓയിൽ പ്രൈസസ് ആർ ഗ്ലോബലി ചീപ്പർ ദാൻ അതർ മേജർ എഡിബിൾ ഓയിൽസ്. അപ്പൊ പാം ഓയിലിന്റെ വില വളരെ കുറവായതുകൊണ്ട് തന്നെ അത് പലരും വാങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ പാം ഓയിൽ അല്ലെങ്കിൽ മറ്റു വെളിച്ചെണ്ണയൊക്കെ സംബന്ധിച്ച് പാം ഓയിലിനാണ് പൈസ കുറവ്. പാം ഓയിൽ പ്രൈസസ് ആർ ഗ്ലോബലി ചീപ്പർ. ഇപ്പൊ പാം ഓയിൽ ഡോമിനേറ്റ്സ് ഇന്ത്യൻ ഇമ്പോർട്ട് സീൻ. ഇന്ത്യൻ ഇറക്കുമതി രംഗത്ത് ഈ പാം ഓയിലാണ് ആധിപത്യം പുലർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പാം ഓയിൽ ആധിപത്യം പുലർത്തുന്നു. A major reason for augmenting marketing of various coconut products beside coconut oil is perhaps because demand for coconut oil has turned sluggish. ഈ വെളിച്ചെണ്ണ അല്ലാതെ തേങ്ങ കൊണ്ടുണ്ടാക്കുന്ന പല പ്രൊഡക്ട്സിനും
എന്താണ് ഡിമാൻഡ് കൂടുതലാണ്. അതായത് തേങ്ങ എണ്ണക്ക് നേരത്തെ പറഞ്ഞു പാം ഓയിലിനൊക്കെ അതിന് എന്താ പൈസ കൂടുതലാണ് ഈ സാധാരണ വെളിച്ചെണ്ണക്ക്. പകരം പാം ഓയിൽ അധികം ആൾക്കാർ അത് പൈസ കുറവായത് കൊണ്ട് തന്നെ ആൾക്കാർ ഉപയോഗിക്കുന്നു. പക്ഷേങ്കിൽ എന്താണ് മേജർ റീസൺ ഓഗ്മെന്റിംഗ് മാർക്കറ്റ് ഈ കോക്കനട്ട് പ്രോഡക്ട്സ് ഈ തേങ്ങ കൊണ്ടുണ്ടാക്കുന്ന മറ്റു ചില സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. പക്ഷേങ്കിൽ ഈ എണ്ണയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ താണുതാണ് അതിന്റെ ഉപയോഗം ആൾക്കാർ കുറച്ച് വരുവാണ്. ഇറ്റ് സീംസ് നെസസറി ടു ഓഗ്മെന്റ് ആൻഡ് ഡൈവേഴ്സിഫൈ ദ പ്രൊഡക്ഷൻ ഓഫ് കോക്കനട്ട് ബേസ്ഡ് കമ്മോഡിറ്റീസ് സച്ച് എസ് പാക്കേജ്ഡ് കോക്കനട്ട് വാട്ടർ, കോക്കനട്ട് ക്രീം എക്സെട്ര. അപ്പം പൈസ കൂടുതലായത് കൊണ്ട് തന്നെ ആൾക്കാർ കോക്കനട്ട് ഓയിൽ അതായത് സാധാരണ വെളിച്ചെണ്ണ വാങ്ങാനൊക്കെ ഒഴിവാക്കുന്നു. പകരം അവർ പാം ഓയിൽ പൈസ കുറഞ്ഞ പാം ഓയിലൊക്കെ ഉപയോഗിക്കുന്നു. എന്നാൽ മറ്റ് കോക്കനട്ട് പ്രോഡക്ട്സിനൊക്കെ ഡിമാൻഡ് കൂടുതലാണ്. എന്നാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഇറ്റ് സീംസ് ഇംപ്രൂവ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഓഗ്മെന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇംപ്രൂവ് എന്നാണ്. അപ്പം മറ്റു കോക്കനട്ട് കമ്മോഡിറ്റീസ് ലൈക്ക് കോക്കനട്ട് വാട്ടർ തേങ്ങ വെള്ളം അതുപോലെ തേങ്ങയുടെ ക്രീം ഇതൊക്കെ നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ ഉപയോഗം അല്ലെങ്കിൽ വളരെ നേട്ടം തരുന്നതായിരിക്കും. കോക്കനട്ട് വെള്ളം അതായത് തേങ്ങ വെള്ളവും അതുപോലെ തേങ്ങയുടെ ക്രീമും ഒക്കെ. ഹൗവർ ദ കോമ്പറ്റീഷൻ ഇൻ ദിസ് ഏരിയ ഇസ് നോട്ട് ഈസി. പക്ഷെ അത് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. തേങ്ങ വെള്ളം വിൽക്കുന്നതും അല്ലെങ്കിൽ തേങ്ങയുടെ ക്രീം ഉണ്ടാക്കുന്നതും അതൊന്നും അത്ര വലിയ എളുപ്പമുള്ളൊരു കാര്യമല്ല. കോക്കനട്ട് വാട്ടർ ഇൻ 200 ml. അപ്പൊ 200 ml കോക്കനട്ട് വാട്ടറിന്റെ ഒരു ബാഗ് സാഷറ്റ് എന്ന് വെച്ചാൽ ബാഗാണ്. അപ്പൊ ഒരു 200 ml ഉള്ള ഒരു കോക്കനട്ട് വെള്ളം അടങ്ങിയിട്ടുള്ള ഒരു ബാഗിന് 13 രൂപയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ വിച്ച് ഈസ് മച്ച് മോർ ദാൻ ബോട്ടിൽഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. അപ്പം നമ്മൾ ബോട്ടിൽഡ് ആയിട്ടുള്ള ഇങ്ങനെ മറ്റു വെള്ളമൊക്കെ നമ്മൾ ഈ കളേർഡ് വാട്ടറും അതൊക്കെ ഇല്ലേ കളേർഡ് വെള്ളമൊക്കെ അതിനൊക്കെ അപേക്ഷിച്ച് ഇതിന് ജസ്റ്റ് ഒരു 200 ml തേങ്ങ വെള്ളത്തിന് 13 രൂപയാണ്. അല്ലെ വില കൂടുതലാന്ന് പറഞ്ഞാൽ ആൾക്കാർ വാങ്ങാനും ചാൻസ് കുറവാണ്. ഇറ്റ് ഈസ് ഓൾസോ മോർ കോസ്റ്റ്ലി ദാൻ അതർ നാച്ചുറൽ ഡ്രിങ്ക്. അപ്പം സാധാരണ പാലിനെക്കാളും നെയിംലി മിൽക്ക് വിച്ച് ഈസ് സോൾഡ് അറ്റ് അബൌട്ട് ₹14 per liter. അപ്പം 1 ലിറ്റർ പാലിന് 14 രൂപയുള്ളൂ. അപ്പോൾ 200 ml തേങ്ങ വെള്ളത്തിന് 13 രൂപയാണെങ്കിൽ ആൾക്കാർ അത് വാങ്ങാൻ വളരെ മടിക്കുന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റിംഗ് ദ കോക്കനട്ട് പ്രൊഡക്ട്സ് അത് അത്ര മാത്രമേ ഉള്ളൂ. സോ ക്ലിയർ അല്ലേ? താങ്ക് യു.